സർ, കോൺഗ്രസിൽ എന്നും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അത് പൊതുവേ നടക്കുന്നതാണ്. ഈയിടെയായിട്ട് കുറച്ച് അധികമായിട്ടുണ്ട്. ഓരോ ദിവസവും കോൺഗ്രസ്സുകാർ എഴുന്നേൽക്കുന്ന, രാഹുൽ പറഞ്ഞതുപോലെ എഴുന്നേൽക്കുന്ന തന്നെ മുതിർന്ന നേതാക്കൾ എന്തായിരിക്കും പണി തരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടമൊക്കെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങണം എന്നുള്ളൊരു ഭാഷയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കെ സുധാകരനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വലിയൊരു തലവേദനയായിട്ടിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി പുതിയ അധ്യക്ഷൻ വന്നു. പക്ഷെ ആ ഒരു സമ്മേളനമൊക്കെ വലിയ ഗംഭീരമായിട്ടൊക്കെ നടന്നു. പരസ്പരം ചെറിയ ചെറിയ കുത്തലുകളൊക്കെ കൊടുത്തിരുന്നപ്പോഴും ഇനിയെങ്കിലും കോൺഗ്രസ് മര്യാദയ്ക്ക് പോവും, കേരളത്തിലെങ്കിലും മര്യാദയ്ക്ക് പോവും എന്നുള്ള രീതി വന്നപ്പോഴാണ് കെ സുധാകരൻ ഇന്ന് വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ എന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മനഃപൂർവ്വം ആരൊക്കെയോ മാറ്റിയതാണ്, എൻ്റെ കാല് വാരിയതാണ് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുന്നത്. ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം, കെ സുധാകരൻ്റെ അതൃപ്തി, ഇതൊന്നും തീരെ അപ്രതീക്ഷിതമല്ല, വരുത്തി വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കാണിച്ച മറ്റൊരു ഹിമാലയൻ ബ്ലണ്ടറിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത സമയത്ത് ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നിപ്പോൾ പറയുന്നു KPCC പ്രസിഡന്റിനെ മാറ്റുക. തീരെ അപക്വമായ ഒരു സമയമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അത് വരുന്നു. ഇതിന് രണ്ടിനും പഠിക്കൽ കൊണ്ടുവന്നിട്ട് കുടമുടച്ചതുപോലെ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉഗ്രമായ തിരിച്ചുവരവോടെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് ഊർജ്ജസ്വലത പകർന്ന KPCC പ്രസിഡന്റിനെ ഒറ്റയടിക്ക് അട്ടിമറിച്ച് അദ്ദേഹം പോലും അറിയാതെ. ഏറ്റവും ബ്രൂട്ടസ് എന്നാണ് സണ്ണി ജോസഫിനോട് കെ സുധാകരൻ ചോദിക്കുന്നത്. നീ ഇതറിഞ്ഞുകൊണ്ടാണോടാ ചെയ്യുന്നത്? താൻ വളർത്തിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ തന്നെ ഇദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ ഒരു കസേരയിൽ കയറി ഇരിപ്പായി. നോക്കൂ, AK ആൻ്റണിയും CK ഗോവിന്ദൻ നായരും ഒക്കെ ഇരുന്ന കസേരയിലേക്ക് വരുന്ന ആളിനെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ പോലും, കെ മുരളീധരൻ അത് പറഞ്ഞു, KPCC പ്രസിഡന്റ് ദയവ് ചെയ്ത് ആരെങ്കിലും ഫോട്ടോയിൽ കണ്ടാൽ പോലും തിരിച്ചറിയുന്ന ആളാവണം. പക്ഷേ ഒരു ഫോട്ടോയിലും ആരും തിരിച്ചറിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് പേരാവൂരിൽ നിന്ന് 3 തവണ ജയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം കൊണ്ടുവന്നിട്ട് അവരോധിച്ച് അവിടെ ഇരുത്തി അദ്ദേഹം ഇങ്ങനെ ഇളിച്ച ചിരിയുമായിട്ട് ഇങ്ങനെ ചിരിച്ചു. ഇദ്ദേഹത്തിന് എന്ത് കുന്തം ചെയ്യാൻ കഴിയും? കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തലിന് വേണ്ടിയിട്ട്, അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യവും കോൺഗ്രസ് ഫലശൂന്യമാകും, വീണ്ടും പിണറായി അധികാരത്തിൽ വരുമെന്ന്. അതേതാണ്ട് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തതുപോലെ ഒരു കൃത്രിമമാണ് ചെയ്തു കൂട്ടിയത്. ഇത് ആരുടെ തലയിൽ ഉദിക്കുന്ന എന്ത് മണ്ടൻ ബുദ്ധിയാണ്? നിങ്ങളൊരു മാറ്റം വരുത്തണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി വെൽ ഇൻ അഡ്വാൻസ് ഓഫ് എനി എലക്ഷൻ. അതാണ് ആദ്യത്തെ മന്ത്രം. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിലല്ല പാർട്ടിയിൽ അതൃപ്തി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം വരുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയില്ലേ? BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റേയാളിൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് മാറ്റിയത്. കാലാവധി കഴിഞ്ഞിരുന്നത് വളരെ വ്യക്തവും സുവ്യക്തവുമാണ് അവരുടെ തീരുമാനം. ഇവിടെ എന്താ കാലാവധി കഴിഞ്ഞിരുന്നോ? ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അച്ചടക്ക ലംഘനം ചെയ്തോ? 2 തെരഞ്ഞെടുപ്പുകളിൽ അഭൂതപൂർവവും അപ്രതീക്ഷിതവുമായിട്ടുള്ള ജനം കൊടുത്തില്ലേ? തൻ്റെ ഇടത്തോടെ പാർട്ടിയെ നയിച്ചില്ലേ? രോഗാവസ്ഥകൾ കൊണ്ട് എവിടെയെങ്കിലും അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ട് ചികിത്സയ്ക്ക് പോയോ? പിണറായി വിജയനെ പോലെ. അങ്ങനെ പോയ പിണറായി വിജയൻ പോലും പോളിറ്റ് ബ്യൂറോയിൽ വീണ്ടും മെമ്പറും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ. രോഗാവസ്ഥയിൽ പോലും ആ പിണറായി വിജയനോട് നേർക്കുനേർ നെഞ്ച് ചേർന്ന് നിൽക്കാൻ ഊക്കുള്ള ഒരു KPCC പ്രസിഡൻ്റായിരുന്നു കെ സുധാകരൻ. യുവജനങ്ങളുടെ ഹരമാണ്. ഞാനീ പറയുന്നത് കള്ളമാണ്, ഞാൻ കോൺഗ്രസ്സുകാരനല്ല. നോക്കൂ, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വരെയാണ് ഫുൾ പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ പടവും വെച്ചുകൊണ്ട് ഈ സുധാകരനെ മാറ്റരുതെന്ന്. ഇന്ന് വരെ ഒരു KPCC പ്രസിഡൻറ്റിൻ്റെ ചരിത്രത്തിലും ഇതുപോലെ ഒരു ജനപ്രിയത ഉണ്ടായിട്ടില്ല. മറിച്ച് രഞ്ജിനി പറയുന്ന ഈ സണ്ണി ജോസഫിന് എന്ത് ജനപ്രിയതയാണുള്ളത്? ആരാണ് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ എഴുതി വെക്കുക? അദ്ദേഹം തന്നെ പോസ്റ്റർ എഴുതി വെക്കേണ്ടി വരും. അതല്ലേ അവസ്ഥ? ഇത് ഞാൻ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുകയല്ല. പക്ഷേ ഈ ഹിമാലയൻ ബ്ലണ്ടറൊക്കെ കാണുമ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിൽ വളരെ വിഷമം തോന്നുന്നു. പിണറായി വിജയനോട് നിങ്ങൾ നിങ്ങളുടെ സമസ്ത ശക്തിയും എടുത്ത് പൊരുതിയാലും ജയിക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ, ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? ആ ജയം പരിപൂർണമായിട്ട് പിണറായി വിജയനെ വിട്ടുകൊടുക്കാൻ വേണ്ടി എടുത്ത തീരുമാനമല്ലേ ഇത്? അല്ലേ? നിങ്ങൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടും വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഷോ കാണിച്ചിട്ട് മേക്കപ്പ് ചെയ്ത മുഖവുമായിട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല. പാർട്ടിക്ക് വേണ്ടത് പ്രയത്നമാണ്. ചിലപ്പോൾ പരുക്കൻ സ്വഭാവം വേണ്ടി വരും. ആ പരുക്കൻ സ്വഭാവമുള്ള ആളാണ് കെ സുധാകരൻ.
അദ്ദേഹം മുഖത്തിങ്ങനെ മേക്കപ്പ് പൗഡർ വിട്ട് പൂശിക്കൊണ്ട് നടക്കുന്ന ആളല്ല. പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയനെ പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതിന് പിണറായി വിജയന് കിടപിടിക്കാനായിട്ട് അതേ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ്സുകാരനെ ഇപ്പോൾ കെ സുധാകരൻ മാത്രമേ ഉള്ളെന്ന് ഞാൻ പറയുന്നു. കെ സുധാകരൻ പറയുന്നതിനോടെല്ലാം യോജിപ്പുണ്ടായിട്ടല്ല. അദ്ദേഹത്തെ മാറ്റിയത് വേറൊരു വശം കൂടിയുണ്ട്. മലബാറിലെ തീയ സമുദായത്തിനിടയിൽ കൂടി അവരിങ്ങനെ വലിയ കെട്ടുറപ്പുള്ള ഈഴവരെ പോലൊരു ഒരു സമുദായം അല്ലെങ്കിൽ പോലും വേദനിപ്പിക്കാൻ വളരെയധികം ഇടയായിട്ടുണ്ട്. തെറ്റായ തീരുമാനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊന്നും കിട്ടുന്നില്ലെന്ന് അല്ലെങ്കിൽ തന്നെ SNDP യോഗം പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു അട്ടിമറിയും കൂടെ. എന്നിട്ട് ഇപ്പുറത്ത് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി UDF കൺവീനറായിട്ട് അടൂർ പ്രകാശിനെ എടുത്തു വെച്ചിരിക്കും. ആരാണ് ഈ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നത്? കൊച്ചു കുട്ടികൾ പോലും ഇതിനേക്കാൾ ബുദ്ധിപരമായ തീരുമാനമെടുക്കും. ഈ UDF കൺവീനർ എന്ന് പറയുന്നത് എന്ത് സ്ഥാനമാണ്? എന്ത് പ്രസക്തിയാണ്? MM ഹസൻ ഇരുന്നതല്ലേ? എന്ത് ചെയ്യാൻ പറ്റിയ അദ്ദേഹത്തിന്? ഒന്നുമില്ല. അതിനകത്ത് മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്ത് വേണം, എത്ര മന്ത്രിസ്ഥാനം വേണം, എത്ര സീറ്റ് വേണമെന്ന്. അതനുസരിച്ച് അങ്ങ് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒറ്റ കൃത്യം മാത്രമേ ഉള്ളൂ UDFന്. KPCC സംബന്ധിച്ചിടത്തോളം അതല്ല. അതിനെ വളർത്തിയെടുക്കണം. മധ്യ കേരളത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയിക്കണം. അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മുമ്പിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനമെടുത്ത് നോക്കൂ. ഇപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഒന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമുക്ക് കാണാൻ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. കെ സുധാകരൻ ഇരുന്നപ്പോൾ എന്ത് പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള അന്ന് A+ ആണ് കിട്ടുന്നതെങ്കിൽ ഈ പ്രാവശ്യം കിട്ടുക B- ആയിരിക്കും. പക്ഷെ കെ സുധാകരനൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കും. പക്ഷെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോട് സാർ യോജിക്കും? ഇപ്പൊ പറഞ്ഞതല്ലേ? അല്ലാതെ പറഞ്ഞിട്ടില്ല. പലപ്പോഴും കെ സുധാകരൻ ഇങ്ങനെ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ എപ്പോഴാണ് അത്? നേരത്തെ എപ്പോഴാണെന്ന് മുമ്പ് അല്ല, ഇതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട അധ്യക്ഷ സ്ഥാനം മാറ്റുന്നതിന് മുമ്പും ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവാണ്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന ഒരു നേതാവിനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ KC വേണുഗോപാലിനെ പോലെയോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് പോലെയോ. പക്ഷേ അവരുടെ മുമ്പിൽ തൻ്റെ ഇടമായിട്ട് കേരളത്തിന് വേണ്ടി പറയുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി അച്ചടക്കരാഹിത്യം കാണിച്ചില്ലേ? പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണം, വേറൊരു മണ്ഡലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരസിച്ചില്ലേ അത്? അപ്പോൾ അച്ചടക്ക ലംഘനം നടത്തിയോ അദ്ദേഹം? കാരണം അതും ഒരു മണ്ടൻ തീരുമാനമായിരുന്നു. പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ രക്തമാണ്, അദ്ദേഹത്തിൻ്റെ ചേതോ വികാരമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിക്കാരുടെ വികാരമാണ്, പാർട്ടിക്കും അപ്പുറമുള്ള ഒരു വികാരം. പാല എങ്ങനെ KM മാണിയുടെ വികാരമായി തീർന്നു, അതുപോലെയുണ്ട്. അവിടുന്ന് ഈ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് കർശനമായിട്ടുള്ള അച്ചടക്കങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും, അവർ ജയിക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് നിന്നാലും ഇവിടെ ജയിക്കും, കോൺഗ്രസിൻ്റെ ബാനറില്ലാതെ. അറിയാമോ? പാലയിലും അതുപോലെ തന്നെ സംഭവിക്കും. കേരള കോൺഗ്രസിൻ്റെ ബാനറില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രായോഗികമായ തീരുമാനങ്ങൾ വേണം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് താങ്കൾ പറയുന്നത് ശരിയായിരിക്കും, അച്ചടക്ക ലംഘനം അങ്ങനെയൊക്കെയുള്ള ഒരു നാനോമീറ്റർ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പലപ്പോഴും ജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രായോഗികമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും, ജയിപ്പിക്കാൻ കഴിവുള്ള KPCC പ്രസിഡന്റിനെ ഇരുത്തേണ്ടി വരും. അവിടെ ഇത് പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ളവർ ഈ ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ നടക്കുന്നത് തന്നെയല്ലേ ഈ പാർട്ടിയുടെ നശിക്കാൻ തന്നെ കാരണം? അത് ശുദ്ധ അബദ്ധമെന്ന് ഞാൻ പറയും. കാരണം എന്തെന്ന് വെച്ചാൽ അച്ചടക്കം കോൺഗ്രസിൽ പൊതുവേ ഉണ്ട് തമ്മിലടിയുന്നുള്ളൂ. അല്ല, അത് ശരിയാണ്. നമ്മളിപ്പോൾ സീയിങ് ദ ട്രീ ഫോർ ദ വുഡ്സ് എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പറയുന്നത് രഞ്ജിനി. ഇവിടെ നോക്കൂ, സുധാകരൻ അച്ചടക്കം കാണിക്കുന്നു, ശരി, സമ്മതിച്ചു, ഞാനും അത് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിലെ അച്ചടക്കം അദ്ദേഹം നിർത്തലാക്കുന്നു, കർശനം ഉരുക്കുമുഷ്ടിയോടുകൂടി. എവിടെ പോയി ഗ്രൂപ്പിസം? ഇപ്പോൾ ഇല്ലാതായില്ലേ? ഇല്ലാതാക്കിയതാരാ? ഒരാൾക്കും കഴിയായിരുന്ന ഒരു കാര്യമാണ്. K കരുണാകരനോ AK ആൻ്റണിക്കോ പോലും കഴിയായിരുന്ന ഒരു കാര്യമാണ് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ശീഘ്രസാധ്യമാക്കിയത്. അത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോണ്ട് സീ ദി ട്രീ ഫോർ ദ വുഡ്സ്. നമുക്കതിന് പിന്നിലുള്ള മഹാസത്യം എന്ന് പറയുന്ന വനമാണ് കാണേണ്ടത്, മരം മാത്രമല്ല. കെ സുധാകരൻ വാസ് ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം. അത് നമ്മൾ കാണാതിരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ ഹൈക്കമാൻഡും ഇവിടുത്തെ ചില കമാൻഡന്റുമാരും കൂടി എടുക്കുന്നതെന്ന് മാത്രമാണ് ഞാനീ പറഞ്ഞതിൻ്റെ. ഇതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരിക കോൺഗ്രസ് തന്നെയാണ്.